നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഒടുവിൽ ട്രംപ് അയയുന്നു. ഇന്ത്യ ചൈനയുടെ പക്ഷത്തെന്ന നിലപാട് മയപ്പെടുത്തി ട്രംപ്. ഇന്ത്യയുമായുള്ളത് പ്രത്യേക ബന്ധമെന്നും അമേരിക്കൻ പ്രസിഡന്റ്. ട്രംപിന്റെ പ്രസ്താവന സ്വാഗതം ചെയ്ത് മോദി. UN വാർഷിക സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തേക്കില്ല. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ 4 പോലീസുകാർക്ക് സസ്പെൻഷൻ. വകുപ്പ് തല പുനരന്വേഷണത്തിന് ഉത്തരവ്. എല്ലാ രേഖകളും ഹാജരാക്കണമെന്ന് IG. നടപടിയിൽ സംതൃപ്തിയില്ലെന്നും മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്. പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കി നിയമ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷം. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് സംസ്ഥാനത്ത് ഒരു മരണം കൂടി. സുൽത്താൻ ബത്തേരി സ്വദേശി രതീഷാണ് മരിച്ചത്. 1 മാസത്തിനിടെ രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4ആയി. 11 പേർ ചികിത്സയിൽ. ജാഗ്രതയോടെ ആരോഗ്യവകുപ്പ്. അയ്യപ്പ സംഗമത്തിലേക്ക് വെള്ളാപ്പള്ളി നടേശനെ ക്ഷണിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ശബരിമലയെ വിവാദ ഭൂമിയാക്കരുതെന്ന് വെള്ളാപ്പള്ളി. ഭക്തർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടു. അയ്യപ്പ സംഗമത്തിൽ ജനറൽ സെക്രട്ടറിക്ക് പകരം NSS പ്രതിനിധി പങ്കെടുക്കും. US ഓപ്പൺ വനിതാ ചാമ്പ്യനെ ഇന്ന് അറിയാം. ഫൈനലിൽ സെബലങ്കയും അനസിമോവയും ഏറ്റുമുട്ടും. മത്സരം രാത്രി 1:30 മുതൽ. പുരുഷ ഫൈനലിൽ അൽക്കാരസ് സിന്നർ പോരാട്ടം നാളെ. കേരള ക്രിക്കറ്റ് ലീഗ് ഫൈനൽ നാളെ. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കൊല്ലം സെയിലേഴ്സിനെ നേരിടും. തൃശൂർ കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനത്തിൽ 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. SI നുഹ്മാൻ, CPOമാരായ ശശിധരൻ, KJ സജീവൻ, S സന്ദീപ് എന്നിവർക്കാണ് സസ്പെൻഷൻ. വകുപ്പുതല പുനരന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. ഒരിക്കൽ വകുപ്പുതല നടപടി നേരിട്ട ഉദ്യോഗസ്ഥർക്കെതിരെ വീണ്ടും നടപടിയെന്ന അപൂർവതയ്ക്കാണ് കുന്നംകുളം കസ്റ്റഡി മർദ്ദന കേസ് വഴിവെച്ചിരിക്കുന്നത്. 2 വർഷങ്ങൾക്കു ശേഷം ക്രൂരമർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് പോലീസും ആഭ്യന്തര വകുപ്പും കടുത്ത പ്രതിരോധത്തിലാകുകയായിരുന്നു. ഉദ്യോഗസ്ഥരുടെ ഇൻക്രിമെന്റ് റദ്ദാക്കിയ നടപടിക്കപ്പുറം മറ്റൊന്നും വകുപ്പുതലത്തിൽ ഉണ്ടായിരുന്നില്ല. ദൃശ്യങ്ങൾ പുറത്തുവന്ന ശേഷം വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധമുയരുകയും കേരളം കണ്ടിട്ടില്ലാത്ത വിധം പ്രക്ഷോഭമുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതോടെ പ്രതിക്കൂട്ടിലായ പോലീസ് നടപടിയെടുക്കാൻ നിർബന്ധിതരായി. നിലവിലെ ശിക്ഷാ നടപടി പുനഃപരിശോധിക്കണമെന്നും കുറ്റക്കാരെ സസ്പെൻഡ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ ഉത്തരമേഖല IG രാജ്പാൽ മീണയ്ക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ട് ശരിവെച്ചാണ് 4 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തത്. SI നുഹ്മാൻ, CPOമാരായ ശശിധരൻ, KJ സജീവൻ, S സന്ദീപ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. വകുപ്പുതല പുനരന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. എല്ലാ രേഖകളും ഹാജരാക്കണമെന്നും IG നിർദ്ദേശിച്ചിട്ടുണ്ട്. ആരോപണ വിധേയനായ 5ാമത്തെ പോലീസുകാരൻ ഷുഹൈർ ഇപ്പോൾ തദ്ദേശ വകുപ്പിലാണ് ജോലി ചെയ്യുന്നത്. അതിനാൽ വകുപ്പുതല നടപടിയില്ലാത്തതിനാൽ നിയമ നടപടി തുടരും. 2023 ഏപ്രിൽ 5-നായിരുന്നു യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിന് കുന്ദമംഗലം പോലീസ് സ്റ്റേഷനിൽ ക്രൂരമായ കസ്റ്റഡി മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നടപടിയിൽ സംതൃപ്തിയില്ലെന്ന് കുന്നംകുളത്ത് പോലീസ് മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുജിത്ത്. ഡ്രൈവർക്കെതിരെ നടപടി വേണം. 5 പേരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. പോലീസ് സ്റ്റേഷനിൽ ക്യാമറ നിർബന്ധമാക്കുന്ന സുപ്രീം കോടതി വിധിയിൽ കക്ഷി ചേരുന്നു. പിരിച്ചുവിട്ട് തക്കതായ ശിക്ഷ നൽകണമെന്നും സുജിത്ത് തൃശൂരിൽ പ്രതികരിച്ചു. ഒട്ടും ഞങ്ങൾ സംതൃപ്തനല്ല. കാരണം സസ്പെൻഷൻ അല്ല നമ്മുടെ ആവശ്യം. അവരെ ഈ 4 പേരെ കൂടാതെ ഡ്രൈവറായിരുന്ന ഷുഹൈർ എന്ന് പറയുന്നൊരു ഉദ്യോഗസ്ഥൻ ആദ്യം ശശിധരൻ മർദ്ദിക്കുന്നത് ഞാൻ സ്റ്റേഷനിലേക്ക് എത്തുന്നതിലും ഒരു 20 മീറ്റർ മുന്നേ വന്നിട്ടാണ് ഈ SI ആയിരുന്നിട്ടുള്ള നുഹ്മാൻ സാറാണ് ബാക്ക് ഡോർ തുറന്നു കൊടുക്കുന്നത് ഈ ശശിധരനെ തല്ലാൻ വേണ്ടിയിട്ട്. ശശിധരൻ എൻ്റെ കഴുത്തിനെ അടിച്ചതിന് ശേഷം എന്നോട് പറയുകയുണ്ടായി, നീ സ്റ്റേഷനിലേക്ക് വായോ, നിനക്കുള്ളത് തരേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് എന്നെ അവിടെ നിന്ന് പോരുന്നത്. പോലീസ് സ്റ്റേഷനിലെ എല്ലാ ഭാഗങ്ങളിലും CCTV ഉണ്ടാകണമെന്ന സുപ്രീം കോടതിയിലെ കേസിൽ കക്ഷി ചേരുമെന്ന് രമേശ് ചെന്നിത്തല. 5ാമത്തെ ഉദ്യോഗസ്ഥനെ കൂടി കേസിൽ ഉൾപ്പെടുത്താനുള്ള നിയമ നടപടി സ്വീകരിക്കും. ശശിധരൻ മർദ്ദിച്ചത് സ്റ്റേഷന്റെ മുകളിൽ വച്ചാണ്. അവിടെ CCTV ഇല്ലായിരുന്നു. പിണറായിയുടെ പോലീസ് നയത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് സുജിത്തെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇതുപോലെ ഒരു സംഭവം ഉണ്ടാകരുത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുപ്രീം കോടതിയിൽ നടക്കുന്ന ഈ കേസിൽ കക്ഷി ചേരണം.
അതിന് പൂർണ്ണമായ പിന്തുണയും സഹകരണവും അതിന് വേണ്ട എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു കൊടുക്കും. കേരളത്തിലെ ഗവൺമെൻറ് പോലീസ് നയത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സുജിത്ത് എന്ന് പറയുന്നത്. കേരള ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത സംഭവങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ വികലമായ കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിൻ്റെ പോലീസ് നയത്തിൻ്റെ ഏറ്റവും വലിയ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് സുജിത്ത്. അത് കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിൽ തൃശൂരിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്ക് പ്രതിഷേധം. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന ശശിധരന്റെ വീട്ടിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് പോലീസ് വീടിന് സമീപം ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. നിലവിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് ശശിധരൻ ജോലി ചെയ്യുന്നത്. ഒപ്പം കുറ്റാരോപിതനായ നുഹ്മാൻ, സജീവൻ, സന്ദീപ് എന്നിവരും തൃശൂർ സിറ്റി പോലീസിന് കീഴിൽ വിവിധ സ്റ്റേഷനുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇന്നലെ തൃശൂർ റേഞ്ച് DIG ഓഫീസിലേക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. തൃശൂരിലെ കസ്റ്റഡി മർദ്ദനത്തിൽ വിമർശനവുമായി മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ V. മുരളീധരൻ. കേരള പോലീസിനെ രാഷ്ട്രീയ യജമാനന്മാർ നിയന്ത്രിക്കുന്ന കാലത്തോളം ഇത്തരം സംഭവങ്ങൾ തുടരുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. സർക്കാരിൻ്റെ ആദ്യ സർക്കാരിൽ 11 കസ്റ്റഡി മരണങ്ങളും ഈ സർക്കാരിൽ 7 കസ്റ്റഡി മരണങ്ങളും നടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പുതുമയില്ല. കേരളത്തിലെ പോലീസിനെ രാഷ്ട്രീയ യജമാനന്മാർ നിയന്ത്രിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ കാര്യങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. ഈ ആചാരങ്ങൾ തിരുത്താനുള്ളതാണ് എന്നാണ് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത്. ആ നിലപാട് തന്നെയാണോ മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും ഉള്ളത്, അതോ ആചാരങ്ങൾ പാലിക്കപ്പെടേണ്ടതാണ്? കുന്നംകുളം ലോക്കപ്പ് മർദ്ദനത്തിൽ പ്രതികരണവുമായി ചാണ്ടി ഉമ്മൻ MLA. സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല. കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കാതിരിക്കുക എന്നതാണ് സർക്കാരിന്റെ മുഖമുദ്രയെന്നും ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചു. നടപടി എടുക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. ഗവൺമെൻറ് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇവരെ പുറത്താക്കുകയാണ്. ഇതുവരെ പുറത്താക്കുവാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത് തുടർച്ചയായിട്ടുള്ള സംഭവങ്ങൾ കേരളത്തിലൊട്ടൊക്കെ പോലീസ് നടത്തുമ്പോൾ പോലീസ് മന്ത്രി, പ്രിയങ്കനായ മുഖ്യമന്ത്രി ഒന്നും ചെയ്യാതിരിക്കുകയാണ്. ഒരു നടപടിയുമില്ല. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ മർദ്ദനമേറ്റതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്ന ദിവസം പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്കൊപ്പം ഓണസദ്യ ഉണ്ടത് ശരിയായില്ല എന്ന് KPCC മുൻ അധ്യക്ഷൻ K. സുധാകരൻ. താനായിരുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞാൻ ചെയ്യില്ല. മോശമായി പോയി. അതിലൊന്നും ഭർത്താനം ഞാൻ പറയുന്നില്ല. അത് പറയുന്നത് ശരിയല്ല. അത് പ്രവർത്തകന്മാർ അങ്ങ് വെച്ചാൽ അതൊക്കെ പങ്കുവെച്ചതങ്ങ് പറഞ്ഞേ, നിങ്ങൾ പറഞ്ഞാൽ മതി. പ്രവർത്തകന്മാരല്ലേ പറഞ്ഞു, അത് നിങ്ങൾ പറഞ്ഞാൽ മതി. ഇന്ത്യക്കെതിരായ നിലപാട് മയപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പ്രത്യേക ബന്ധമെന്ന് ട്രംപ് പറഞ്ഞു. വൈറ്റ് ഹൌസിൽ നടന്ന വാർത്താ സമ്മേളനത്തിനിടെ ഇന്ത്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ തയ്യാറാണോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. ട്രംപിന്റെ നിലപാടിനെ അഭിനന്ദിക്കുന്നുവെന്നും ഇത്തരം നിലപാടുകൾ ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ ദൃഢമാക്കുമെന്നും പ്രധാനമന്ത്രിയും കൂട്ടിച്ചേർത്തു. ഇന്ത്യയും റഷ്യയും നമുക്ക് നഷ്ടമായെന്നാണ് തോന്നുന്നത്. അവരിപ്പോൾ ഇരുണ്ടതും ദുരൂഹവുമായ ചൈനീസ് പക്ഷത്തെ എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ നേരത്തെ പോസ്റ്റിട്ടത്. ആ നിലപാടിനാണ് ഇപ്പോൾ മയം വന്നിരിക്കുന്നത്. ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇത്രയധികം എണ്ണ വാങ്ങുന്നതിൽ തനിക്ക് വളരെയധികം നിരാശയുണ്ട്. അത് താൻ അവരെ അറിയിച്ചു എന്നായിരുന്നു ട്രംപിന്റെ പുതിയ പ്രതികരണം. തനിക്ക് നരേന്ദ്രമോദിയുമായി വളരെ നല്ല ബന്ധമുണ്ട്. അദ്ദേഹം മികച്ച നേതാവാണെന്നും ട്രംപ് പറയുന്നു. അതേസമയം റഷ്യൻ എണ്ണ വാങ്ങി ഇന്ത്യ വൻ ലാഭം കൊയ്യുന്നുവെന്ന് ട്രംപിന്റെ വ്യാപാര ഉപദേഷ്ടാവായ പീറ്റർ നവോരോ വീണ്ടും ആരോപിച്ചു. അതോടൊപ്പം ഇന്ത്യയുടെ തീരുവകൾ അമേരിക്കക്കാരുടെ ജോലി നഷ്ടപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. റഷ്യൻ ക്രൂഡ് ഓയിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്നതിൽ ട്രംപ് നിരാശനാണെന്ന് വൈറ്റ് ഹൌസ് സാമ്പത്തിക ഉപദേഷ്ടാവ് കെവിൻ ഹാസറ്റും പറഞ്ഞു. റഷ്യൻ എണ്ണയുടെ വാങ്ങൽ വർദ്ധിപ്പിച്ചത് ഇന്ത്യ ചെയ്ത തെറ്റാണെന്നും 1-2 മാസത്തിനുള്ളിൽ ഇന്ത്യ ചർച്ചയ്ക്കെത്തുമെന്ന് കരുതുന്നതായും US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. UN വാർഷിക സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തേക്കില്ല. ഈ മാസം 23 മുതലാണ് ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി യോഗം നടക്കുന്നത്. മോദിക്ക് പകരം വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ആകും പങ്കെടുക്കുക. വിവിധ തലങ്ങളിൽ ഇന്ത്യയെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ അമേരിക്ക നടത്തുന്നുണ്ടെങ്കിലും അധിക തീരുവ വിഷയത്തിൽ പരിഹാരമുണ്ടാകുന്നതുവരെ അകലം തുടരാൻ തന്നെയാണ് തീരുമാനം. ഇന്ത്യ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുന്നുണ്ട്.
എന്നാൽ നിലപാടുകൾ മാറ്റാതെ കൂടുതൽ സഹകരണം വേണ്ട എന്ന നിലയ്ക്കാണ് രാജ്യം മുന്നോട്ടു പോകുന്നത്. ഇതിന്റെ തുടർച്ചയാണ് ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനം. മോദിക്ക് പകരം വിദേശകാര്യമന്ത്രി സുബ്രഹ്മണ്യം ജയശങ്കർ ആയിരിക്കും യോഗത്തിൽ പങ്കെടുക്കുക. ഈ മാസം 23 മുതൽ 29 വരെയാണ് ജനറൽ അസംബ്ലി നടക്കുന്നത്. ഇതിൽ 26-ാം തീയതി പ്രധാനമന്ത്രി അസംബ്ലിയെ അഭിസംബോധന ചെയ്യുമെന്നുള്ളതായിരുന്നു നേരത്തെയുള്ള ധാരണ. എന്നാൽ ഇന്ത്യ അമേരിക്ക ബന്ധം വഷളായ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി വിട്ടുനിൽക്കാനുള്ള സാധ്യത ഉടലെടുത്തത്. അമേരിക്കയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതകൾ നിലനിന്നിരുന്നു. അതിനിടെ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് തുടരുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല എന്ന് തന്നെയാണ് രാജ്യത്തിന്റെ നിലപാട്. സാമ്പത്തികവും വാണിജ്യപരവുമായ കാര്യങ്ങൾ വിലയിരുത്തിയാണ് തീരുമാനവുമായി മുന്നോട്ടു പോകുന്നതെന്ന് ധനമന്ത്രി പറഞ്ഞു. അമേരിക്കൻ തീരുവ വർധനവ് മറികടക്കാനുള്ള നീക്കങ്ങൾ ശക്തമായി മുന്നോട്ടു പോകുന്നുവെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. റഷ്യ എന്നുള്ളതല്ല, രാജ്യത്തിന്റെ സാമ്പത്തിക ഇറക്കുമതി സാധ്യതകൾ കൂടി പരിഗണിച്ചാണ് എവിടെ നിന്ന് എന്തു വാങ്ങുമെന്ന് തീരുമാനിക്കുകയെന്നും ധനമന്ത്രി വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ശനിയാഴ്ച വെള്ളാപ്പള്ളിയെ വീട്ടിലെത്തിയാണ് ക്ഷണിച്ചത്. ആഗോള അയ്യപ്പ സംഗമത്തിന് വെള്ളാപ്പള്ളി പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാർ നിലപാടിനൊപ്പമെന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അയ്യപ്പ സംഗമത്തെ ഭക്തർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. അയ്യപ്പ സംഗമത്തോടെ ശബരിമലയ്ക്ക് ലോകപ്രസക്തി ലഭിക്കുമെന്നും വലിയ വരുമാന സാധ്യതയാണുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അയ്യപ്പ സംഗമത്തിന് ബദൽ സംഗമം ശരിയല്ല. അയ്യപ്പ സംഗമത്തിന് തെരഞ്ഞെടുപ്പുമായി ബന്ധമില്ല. അങ്ങനെ പറയുന്നവർ കാടടച്ച് വെടിവെക്കുകയാണ്. വിവാദങ്ങൾ മാറ്റിവെക്കണമെന്നും ചർച്ചകൾക്ക് തയ്യാറാകണമെന്നും വെള്ളാപ്പള്ളി ആവശ്യപ്പെട്ടു. ശബരിമലയ്ക്ക് മാത്രമല്ല, ഇന്ത്യക്ക് തന്നെ വലിയ പ്രയോജനം ഉണ്ടാകാൻ പോയി. ഇതിനെ ചെറുതായി കാണരുത്. ഇത് വലിയൊരു മഹാസംഭവമായിട്ട് മാറാൻ പോയി. നമ്മൾ ഈ അയ്യപ്പനെ മാത്രമായിട്ട് ഒതുക്കാതെ നിങ്ങൾ ഇതിൻ്റെ ഒരു വിശാല വീക്ഷണത്തിൽ നിങ്ങൾ ചിന്തിക്കുക. ഇപ്പോൾ പിണറായി ഗവൺമെൻറ് കൊണ്ടുവന്നു എന്നുള്ളത് നമുക്ക് കൊണ്ട് കുറ്റം പറയുന്നത്. ബദൽ സംഗമം ശരിയല്ല എന്നും ശബരിമല കേസുകളിൽ പെട്ടുപോയ നിരപരാധികളുടെ കേസുകൾ പിൻവലിക്കണമെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു. അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിൽ സംഘപരിവാറിനെയും കേന്ദ്രമന്ത്രിമാരെയും ക്ഷണിക്കുമെന്നും ശബരിമലയുടെ വികസന കാര്യത്തിൽ ആരെയും മാറ്റി നിർത്തില്ലെന്നുമുള്ള നിലപാട് ആവർത്തിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. അയ്യപ്പ സംഗമത്തിലേക്ക് വെള്ളാപ്പള്ളിയെ ആലപ്പുഴയിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ക്ഷണിച്ച ശേഷമായിരുന്നു ഇരുവരുടെയും പ്രതികരണം. എല്ലാ മത സാമുദായിക സാംസ്കാരിക സംഘടനകളും ഭക്തജനങ്ങളുടെ ഒരു കൂട്ടായ്മയായി ഇത് മാറണം. ശബരിമലയുടെ അടിസ്ഥാനപരമായ വികസനമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതൊരു വിവാദത്തിലേക്ക് വലിച്ചഴിച്ച് ശബരിമലയുടെ വികസനം നമുക്ക് തടസ്സപ്പെടുത്തരുതെന്ന് മാത്രമാണ് എനിക്ക് വിനയപൂർവ്വം പറയുന്നത്. എന്നാൽ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തി. 10 കൊല്ലം ഭരിച്ചിട്ട് സർക്കാരിന് ഇപ്പോഴാണ് അയ്യപ്പനോട് സ്നേഹം തോന്നിയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ 10ാമത്തെ കൊല്ലമാണോ വരുന്നത്? ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ഇലക്ഷന്റെ സായാഹ്നത്തിലാണോ മാസ്റ്റർ പ്ലാൻ? വർഗീയവാദികൾക്കും വർഗീയ സംഘടനകൾക്കും ഇടമൊരുക്കുന്ന സമീപനമാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. BJP CPM നെക്സസ് ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെയാണ് കാര്യങ്ങൾ പോകുന്നതെന്നും സതീശൻ കുറ്റപ്പെടുത്തി. അമൃത ന്യൂസ്, ആലപ്പുഴ. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷണം NSS സ്വീകരിച്ചതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. NSS ആസ്ഥാനത്ത് നേരിട്ടെത്തി ക്ഷണക്കത്ത് നൽകിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ അറിയിച്ചതെന്നും അതിനാൽ NSSന്റെ പ്രതിനിധിയെ ആയിരിക്കും അയക്കുക എന്നും അദ്ദേഹം പറഞ്ഞു. കുവൈറ്റിൽ അടുത്ത വ്യാഴാഴ്ച 8 കുറ്റവാളികളുടെ വധശിക്ഷ നടപ്പിലാക്കും. 4 സ്വദേശികൾ, 2 ഇറാനികൾ, ബംഗ്ലാദേശികൾ എന്നിവരെയാണ് വധശിക്ഷയ്ക്ക് വിധേയരാക്കുക. ഇവരിൽ 6 പേർ വിവിധ കൊലപാതക കേസുകളിലും 2 പേർ മയക്കുമരുന്ന് കേസുകളിലും ശിക്ഷിക്കപ്പെട്ടവരാണ്. സെൻട്രൽ ജയിലിൽ വെച്ചായിരിക്കും വധശിക്ഷ നടപ്പിലാക്കുക. ശിക്ഷ നടപ്പാക്കുന്നതിന് മുന്നോടിയായി 10 ദിവസത്തേക്ക് ഇവർക്ക് കുടുംബങ്ങളെ സന്ദർശിക്കാൻ അനുമതി നൽകി. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ 70ാം വാർഷികം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ബഹുമുഖ പരിപാടികളോടെ സംയോജിതമായി ആചരിക്കുകയാണ് എന്ന് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ നേതാക്കൾ ജിദ്ദയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
ഇതുമായി ബന്ധപ്പെട്ട് സൗദിയിലും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതായി DKICCയും അറിയിച്ചു. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ അതിന്റെ 70-ാം വാർഷികം ഉറച്ച ആദർശം ഒരുമയുള്ള ഉമ്മത്തി എന്ന പ്രമേയത്തിൽ താലൂക്ക് ജില്ലാ പ്രവർത്തക കൺവെൻഷനുകൾ, മതസൗഹാർദ്ദ കൂട്ടായ്മകൾ തുടങ്ങി 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ സമയബന്ധിതമായി സംഘടിപ്പിക്കുന്നതായി ജമിയത്തുൽ ഉലമ നേതാക്കൾ ജിദ്ദയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പരിപാടിയുടെ ഭാഗമായി 2026 ജനുവരി 19 കൊല്ലം ആശ്രമം മൈതാനിയിൽ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന റാലിയും പൊതുസമ്മേളനവും നടക്കുമെന്നും പ്രമുഖ വ്യക്തിത്വങ്ങൾ അണിനിരക്കുമെന്നും സ്റ്റേറ്റ് സെക്രട്ടറി CA മൂസ മൗലവി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാന്യനായ രാഹുൽ ഗാന്ധി, തമിഴ്നാട് മുഖ്യമന്ത്രി, കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ ആളുകളുടെ ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട്. പ്രവാസികൾക്കിടയിൽ പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം നൽകപ്പെട്ട ദക്ഷിണ കേരള ഇസ്ലാമിക് കൾച്ചർ സെന്റർ DKICC അതിന്റെ 2 പ്രഖ്യാപിത പദ്ധതികളിലൊന്നായ മീലാദ് ക്യാമ്പയിനും 2ാം വാർഷികവും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായി ഗ്ലോബൽ പ്രസിഡന്റ് ഷറഫുദ്ദീൻ ബാക്കവി പറഞ്ഞു. അബ്ദുൽ കലാം മൗലവി, അലി തേക്കുംതോട്, ദിലീപ് ഉസ്മാൻ താമരക്കുളം എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സുൽഫിഖ്റോദായി, അമൃത ന്യൂസ്, ജിദ്ദ. അമിത വേഗതയിൽ വാഹനമോടിച്ചാൽ കനത്ത പിഴയും ബ്ലാക്ക് പോയിന്റുകളും ലഭിക്കുമെന്ന് ദുബായ് പോലീസിന്റെ ഓർമ്മപ്പെടുത്തൽ. വേഗപരിധി ലംഘിച്ച് വാഹനമോടിക്കുന്നത് ശിക്ഷാർഹമാണ്. 2000 ദിർഹം വരെ പിഴയും 12 ബ്ലാക്ക് പോയിന്റുകളുമാണ് ദുബായിൽ വേഗപരിധി ലംഘിച്ചാലുള്ള ശിക്ഷ. അബുദാബിയിലും ദുബായിലും അശ്രദ്ധമായി വാഹനമോടിച്ചാൽ 50,000 ദിർഹം വരെ പിഴയും വാഹനം കണ്ടുകെട്ടുകയും ചെയ്യും. 3 മാസത്തിനുള്ളിൽ പിഴ അടച്ച് വാഹനം തിരിച്ചെടുത്തില്ലെങ്കിൽ ലേലത്തിൽ വയ്ക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. സുരക്ഷാ വിഭാഗവും കുവൈറ്റ് മുനിസിപ്പാലിറ്റിയും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങൾ നീക്കം ചെയ്തു. സുരക്ഷാ ഉദ്യോഗസ്ഥരും മുനിസിപ്പാലിറ്റി ജീവനക്കാരും ചേർന്നാണ് പരിശോധന നടത്തിയത്. നിയമലംഘനങ്ങൾ കണ്ടെത്തിയ വാഹന ഉടമകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതും പൊതു ഇടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിനും ഇത്തരം പരിശോധനകൾ തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. വളരെ കാലങ്ങളായി ഉപയോഗിക്കാതെ കിടക്കുന്നതും ഉപേക്ഷിക്കപ്പെട്ടതുമായ നിലയിലുള്ള വാഹനങ്ങളാണ് നീക്കം ചെയ്തത്. പ്രവാസി വായനയ്ക്ക് പുതിയൊരു തിരുനാളമായി ജിദ്ദ CG കമ്മ്യൂണിറ്റി ലൈബ്രറി എന്ന പേരിൽ ജിദ്ദ CG ചാപ്റ്ററും ജിദ്ദ CG വിമൺ കളക്റ്റീവും സംയുക്തമായി ഒരു പുതിയ വായനാശീലത്തിന് തുടക്കം കുറിച്ച് ജിദ്ദയ്ക്ക് സമർപ്പിച്ചു. ആധുനിക യുഗത്തിലും വായനക്കേറെ പ്രസക്തിയുണ്ടെന്ന് മനസ്സിലാക്കി പ്രവാസികളുടെ വായനകളെ പരിപോഷിപ്പിക്കുന്നതിന് ലക്ഷ്യം വെച്ചാണ് ജിദ്ദ CG കമ്മ്യൂണിറ്റി ലൈബ്രറി യാഥാർത്ഥ്യമാക്കിയത്. ജിദ്ദ സർഫിയ MR ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന CG കമ്മ്യൂണിറ്റി ലൈബ്രറി ലോഞ്ചിങ്ങിൽ ജിദ്ദയിലെ സാംസ്കാരിക മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. CG ജിദ്ദ വൈസ് ചെയർമാൻ മുഹമ്മദ് ബൈജു ആമുഖ പ്രഭാഷണം നടത്തി. KT അബൂബക്കർ ഖിറാത്ത് നടത്തി. ചെയർമാൻ മുഹമ്മദ് കുഞ്ഞി CG ജിദ്ദ കമ്മ്യൂണിറ്റി ലൈബ്രറിയുടെ ലോഞ്ചിങ് നിർവഹിച്ചു. JCWC ഉപദേശക സമിതി ഹെഡ് അനീസ ബൈജു ലൈബ്രറിയുടെ ലോഞ്ചിങ്ങിന്റെ പിന്നണി പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. ഓൺലൈൻ പോർട്ടൽ ഉപയോഗിച്ച് CG കമ്മ്യൂണിറ്റി ലൈബ്രറിയുടെ പ്രവർത്തന രീതി റഫീഖ് പേരൂർ, ഇർഫാന സജീർ എന്നിവർ വിശദീകരിച്ചു. പരിപാടിയിൽ ആമിന തെൻസിന്റെ കവിതാ സമാഹാരമായ ശലഭയാനം പുസ്തകത്തിന്റെ ആദ്യ പ്രതി റജി അൻവറിന് നൽകിക്കൊണ്ട് പ്രകാശനം നടന്നു. പരിപാടിയിൽ അധ്യാപക ദിനാചരണവും നടത്തി. ജിദ്ദയിലെ വിവിധ നേതാക്കൾ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. നബീല അബൂബക്കർ, മാജിദ കുഞ്ഞി, സൗദ കാന്തപുരം, റഫ്സീന അഷ്ഫാഖ്, റൂബി സമീർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സുൽഫിഖ്റോദായി, അമൃത ന്യൂസ്, ജിദ്ദ. ജിദ്ദയിൽ മലയാളി പ്രവാസിയുടെ 15 മാസം പ്രായമുള്ള കുഞ്ഞ് ബക്കറ്റിലെ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. പെരിന്തൽമണ്ണ മണ്ണാർമല സ്വദേശി കൂളത്ത് ആരിഫിന്റെയും ഫർസാനയുടെയും മകൾ ഈവയാണ് മരിച്ചത്. ഇന്ന് ഉച്ചയോടെയാണ് സംഭവം. മുഹമ്മദ് കുട്ടി പാണ്ടിക്കാടിന്റെ നേതൃത്വത്തിൽ KMCC വെൽഫെയർ വിംഗ് പ്രവർത്തകർ മരണാനന്തര നടപടിക്രമങ്ങൾക്ക് രംഗത്തുണ്ട്.
കാസർഗോഡ് ഇടയിലക്കാട്ടുകാവിൽ ഒരുക്കിയ വാനര സദ്യ കാണാൻ ആയിരങ്ങൾ. പഴങ്ങളും പച്ചക്കറികളുമായി നവോദയ ഗ്രന്ഥാലയം ബാലവേദിയാണ് കാവിലെ കുരങ്ങുകൾക്ക് സദ്യ വിളമ്പിയത്. ചക്ക, ക്യാരറ്റ്, ബീട്രൂട്ട്, തക്കാളി, പൈനാപ്പിൾ, നെല്ലിക്ക, സപ്പോട്ട, പപ്പായ, കക്കിരി തുടങ്ങിയ 18 ഇനങ്ങളും ഉപ്പ് ചേർക്കാത്ത ചോറുമാണ് ഇത്തവണ വാനരർക്കായി വിളമ്പിയത്. നവോദയ ഗ്രന്ഥാലയം ബാലവേദിയിലെ കുട്ടികൾ ഓണപ്പാട്ടുകൾ പാടിക്കൊണ്ട് കാവരികിലെത്തുമ്പോഴേക്കും വാനരപ്പട തടിച്ചുകൂടിയ ആൾക്കൂട്ടത്തിനിടയിലേക്ക് എത്തിയിരുന്നു. ഇടയിലക്കാട്ട് കാവിന് സമീപം ഇലവെച്ച് വിഭവങ്ങൾ വിളമ്പിയതോടെ പിന്നീടുള്ള നിമിഷങ്ങൾ വാനരസദ്യയുടെ കൗതുക കാഴ്ചകൾക്ക് വഴിമാറി. ചക്കയും ക്യാരറ്റും ഏറെ ഇഷ്ടത്തോടെ അകത്താക്കി. ഇത് തുടർച്ചയായി 18ാം തവണയാണ് അവിട്ടന്നാളിൽ വാനര സദ്യ ഒരുക്കുന്നത്. ഇങ്ങനൊരു സദ്യ ഞങ്ങൾ എത്തിച്ചേർന്നത് എന്ന് പറയുന്നത് ഇവിടുത്തെ വാനരന്മാരുടെ എണ്ണം ക്രമാതീതമായിട്ട് ഇവിടുന്ന് കുറയുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ കാവിലേക്ക് ധാരാളം സഞ്ചാരികൾ കടന്നു വരുന്നുണ്ട്. അവർ കടന്നു വരുന്ന സമയത്ത് ഈ കുരങ്ങൾക്ക് പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ നൽകാറുണ്ട്, പ്രത്യേകിച്ച് ബിസ്ക്കറ്റുകൾ പോലുള്ള സാധനങ്ങൾ. ഇതിന്റെ പ്രത്യുൽപാദന ശേഷി വലിയ നിലയിൽ കുറഞ്ഞു വരികയും ഇവിടുത്തെ കുരങ്ങിന്റെ എണ്ണം 5 ഒരു കാലഘട്ടത്തിൽ വരികയുണ്ടായി. അതുകൊണ്ട് അതിനെ തുടർന്നാണ് ഞങ്ങൾ ഒരു ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ കാവ് കാണാൻ എത്തുന്ന സഞ്ചാരികൾ നൽകുന്ന പലതരം ഭക്ഷണങ്ങൾ കുരങ്ങുകളുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നവോദയ ഗ്രന്ഥാലയ നേതൃത്വത്തിൽ സദ്യ ഒരുക്കാൻ തുടങ്ങിയത്. നിലവിൽ 30ഓളം കുരങ്ങുകളാണ് വലിയപറമ്പ് ഇടയിലക്കാട്ടെ കാവിലുള്ളത്. അമൃത ന്യൂസ്, കാസർഗോഡ്. 20 വർഷമായി സൗജന്യമായി ഓണസദ്യ ഒരുക്കി നൽകുന്ന ഒരു ഹോട്ടലുണ്ട് തൃശൂർ എറവിൽ. ഓണസദ്യ കഴിക്കാൻ എത്തുന്നവർ നൽകുന്ന സംഭാവന ഉപയോഗിച്ച് നാട്ടിലെ അവശത അനുഭവിക്കുന്ന ആളുകളെ കണ്ടെത്തി സഹായിക്കാനാണ് ശ്രേയസ് എന്ന ഹോട്ടലിൽ ഉടമ രമേശിന്റെ നേതൃത്വത്തിൽ കാരുണ്യ പ്രവൃത്തികൾ നടത്തിവരുന്നത്. ഓണക്കാലത്ത് ഉത്രാട ദിനത്തിൽ ശ്രേയസ് ഹോട്ടലിൽ നിന്ന് വിഭവസമൃദ്ധമായ സദ്യ കഴിക്കാൻ എത്തുന്നവർ ഒട്ടനവധിയാണ്. എല്ലാവർക്കും ഭക്ഷണം സൗജന്യം. ചോറും 20 തരം കറികളും പ്രഥമനുമെല്ലാം യഥേഷ്ടം. ഹോട്ടലിൻ്റെ ഉടമ രമേശിന് സഹായത്തിനായി അന്നേ ദിവസം വ്യാപാരികളും സുഹൃത്തുക്കളും ജനപ്രതിനിധികളും അടക്കം നിരവധി പേരുണ്ടാകും. സൗജന്യമായി കഴിക്കുന്ന ഭക്ഷണത്തിനൊപ്പം സമൂഹത്തിനു വേണ്ടി നന്മകൾ ചെയ്യാനാണ് ഓരോരുത്തരും രമേശിൻ്റെ ഹോട്ടലിലെത്തുന്നത്. അന്നേ ദിവസം ഹോട്ടലിലെ പണപ്പെട്ടി അടഞ്ഞാണ് കിടക്കുക. പക്ഷേ ഭക്ഷണം കഴിച്ച ശേഷം ആളുകൾ ഒരൂണിൻ്റെ കാശിന് പകരം 4-5 ഇരട്ടി വരെ ഈ പെട്ടിയിൽ നിക്ഷേപിക്കും. ഇങ്ങനെ ലഭിക്കുന്ന പണമെല്ലാം അസുഖങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന ഒരാൾക്ക് ചികിത്സാ സഹായമായി നൽകുകയാണ് പതിവ്. അതിനാൽ ഇവിടുത്തെ ഉത്രാട സദ്യയിൽ പങ്കുകൊള്ളാൻ എത്തുന്നവർ രമേശിൻ്റെ കാരുണ്യ പ്രവൃത്തിയിൽ കൂടി അവരുടെ വിഹിതമേൽപ്പിക്കാൻ കൂടി എത്തുന്നവരാണ്. 3 വർഷമായി രമേശിൻ്റെ ഉത്രാട സദ്യയിൽ പങ്കെടുക്കാനും സഹായം നൽകാനുമായി എത്തുന്ന മുൻമന്ത്രി VS സുനിൽകുമാറിനും ഈ ഹോട്ടലിനെ കുറിച്ച് പറയാനുണ്ട്. ഇതൊരു സാമൂഹ്യ പ്രവർത്തന കേന്ദ്രമാണ്. എല്ലാ ഉത്രാട ദിവസവും ഇവിടെ നടത്തുന്ന സദ്യ അത് ലാഭത്തിന് വേണ്ടിയല്ല, അത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമ്പാദ്യമാണത്. തൃശൂർ കാഞ്ഞാണി സംസ്ഥാന പാതയോട് ചേർന്ന 45 വർഷം മുൻപ് പഴയൊരു കെട്ടിടത്തിലാണ് ശ്രേയസ് ഹോട്ടൽ ആരംഭിക്കുന്നത്. എറവ് പതിയത്ത് വേലായുധൻ്റെ മകൻ രമേശ് 3 പതിറ്റാണ്ട് മുൻപാണ് ഹോട്ടലിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നത്. 20 വർഷം മുൻപ് നാട്ടിലെ സുഹൃത്തുക്കൾക്കും സാധുജനങ്ങൾക്കും ഓണസദ്യ നൽകിയാണ് ഈ കാരുണ്യ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത്. ഈ വർഷത്തെ ഓണസദ്യയിൽ നിന്നും പിരിഞ്ഞു കിട്ടിയ 42,000 രൂപ പ്രദേശവാസിയായ യുവാവിൻ്റെ ചികിത്സാ സഹായത്തിലേക്ക് രമേശ് കൈമാറി. അമൃത ന്യൂസ്, തൃശൂർ. ഏഷ്യാ കപ്പ് മത്സരങ്ങൾക്കുള്ള ടീം ഇന്ത്യ പരിശീലനം തുടങ്ങി. സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ താരങ്ങൾ ദുബായ് ICC അക്കാദമിയിലാണ് പരിശീലനം ആരംഭിച്ചത്. പ്രധാന പരിശീലകൻ ഗൗതം ഗംഭീറിനൊപ്പം ഹാർദിക് പാണ്ഡ്യ, സഞ്ജു സാംസൺ, തിലക് വർമ്മ, വരുൺ ചക്രവർത്തി, കുൽദീപ് യാദവ്, റിങ്കു സിംഗ് എന്നിവർ പരിശീലനത്തിനായി എത്തുന്ന ദൃശ്യങ്ങൾ ESPN ക്രിക്ക് ഇൻഫോ അവരുടെ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചു. ഈ മാസം 9-നാണ് 8 ടീമുകൾ അണിനിരക്കുന്ന T20 ഏഷ്യ കപ്പ് ടൂർണമെന്റ് ആരംഭിക്കുന്നത്. സെപ്റ്റംബർ 10-ന് UAE-ക്കെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ആരാധകർ കാത്തിരിക്കുന്ന ഇന്ത്യ-പാക് പോരാട്ടം സെപ്റ്റംബർ 14-ന് ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. KCL 2ാം സീസണിന്റെ ഫൈനൽ നാളെ നടക്കും. ഏരിസ് കൊല്ലം സെയിലേഴ്സും കൊച്ചി ബ്ലൂ ടൈഗേഴ്സും തമ്മിലാണ് ഫൈനൽ പോരാട്ടം. ആദ്യ സെമിയിൽ തൃശൂർ ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിയാണ് നിലവിലെ ചാമ്പ്യന്മാരായ ഏരിസ് കൊല്ലം
ഫൈനലിലേക്ക് മുന്നേറിയത്. രണ്ടാം സെമിയിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ പരാജയപ്പെടുത്തിയാണ് കൊച്ചി ഫൈനൽ ബർത്ത് ഉറപ്പിച്ചത്. നാളെ വൈകിട്ട് 6:45 തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. US ഓപ്പൺ ടെന്നീസ് വനിതാ ഫൈനൽ ഇന്ന് രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യൻ അരീന സബലങ്ക അമാൻഡ അനിസോമോയെ നേരിടും. പുരുഷ ഫൈനൽ നാളെ നടക്കും. നിലവിലെ ചാമ്പ്യൻ യാനിക് സിന്നറും കാർലോസ് അൽക്കാരസും തമ്മിലാണ് ഫൈനൽ പോരാട്ടം. കാനഡയുടെ ഫെലിക്സ് ഓഷ്യ അലിയാസിനെ തോൽപ്പിച്ചാണ് സിന്നറിന്റെ ഫൈനൽ പ്രവേശനം. ആവേശപ്പോരിൽ നൊവാക് ജോക്കോവിച്ചിനെ വീഴ്ത്തിയാണ് കാർലോസ് അൽക്കാരസിന്റെ മുന്നേറ്റം. ഫൈനൽ കാണാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും എത്തിയേക്കുമെന്നാണ് വിവരം. ഇതോടെ മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.